Okay, in this video we are going to discussing about Maxwell's equations in matter. We already discussed the Maxwell equations. Then we know the electric polarization P produces a bound charge density rho. We know charge density rho. Then in terms of electric polarization P, rho B is equal to minus del dot P. Okay, then in similar to this electric case, we can define the magnetic polarization M. Then it produces a bound current JB that is equal to del cross M. Then that is equation number 1 and 2. Then we are going to consider a small piece of polarized material having the charge density sigma b on one side, and on other side the minus sigma b. Okay, then here the polarization direction is given. Then if the polarization changes a little, the charge on each end also changes and it gives a current. അതായത് പോളറൈസേഷൻ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവും, ചാർജും മാറും. ചാർജ് മാറിക്കഴിഞ്ഞാൽ ഏത് മാറും, it also changes current. Okay, so നമുക്ക് എന്തെന്ന് എഴുതാം, di is equal to, di means change in current is equal to dou by dou t of sigma b dA. Then how we got this value, എങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്? അതായത് I എന്ന് പറയുന്നത്, Q എന്താണ്, സിഗ്മ എ ആണ്. സിഗ്മ എ എന്ന് പറയുമ്പോൾ ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറയുന്നതാണ് ഏത്, നമ്മുടെ കറണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൈഡിലും നമ്മൾ ഡോ ബൈ ഡോ ടി കൊടുക്കുക. ദെൻ ഡോ ബൈ ഡോ ടി ഓഫ് സിഗ്മ ബി ഡി എ ഉണ്ടോ. അപ്പോൾ ഈ ഡി ക്യൂ ബൈ ഡി ടിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡി ഐ, കറണ്ട്. ചാർജ് ബൈ ടൈം ആണ് എന്ത്, കറണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അങ്ങനെ തന്നെ വരും, ഡി ഐ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് സിഗ്മ ബി ഡി എ പെർപെൻഡിക്കുലർ മീൻസ് ഇറ്റ് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്. ഓക്കെ, ഡി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി ഈ ഡി എ പെർപെൻഡിക്കുലറിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും, ഡി ഐ ഡിവൈഡഡ് ബൈ ഡി എ പെർപെൻഡിക്കുലർ ഇസ് ഈക്വൽ ടു ഡോ സിഗ്മ ബി ബൈ ഡോ ടി. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഡി ഐ ബൈ ഡി എ പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി ജെ പി എന്ന് വിളിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ഓർ പ്രീവിയസ് ഇക്വേഷൻ, ജെ പി ഇസ് ഈക്വൽ ടു ഡോ സിഗ്മ ബി ബൈ ഡോ ടി. ഓക്കെ, ഇനി സിഗ്മ ബി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി പോളറൈസേഷൻ ആണ്. സോ നമുക്ക് എന്ന് എഴുതാം, അതിന് പി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ദെർഫോർ ജെ പി ഇസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി. അതിൽ പി, ജെ പി എന്താ, പോളറൈസേഷൻ കറണ്ട് ഡെൻസിറ്റി. പി എന്താ, ക്യാപിറ്റൽ പി എന്താ, പോളറൈസേഷൻ. ദെൻ സോ ഹിയർ ജെ പി ഷോസ് ദാറ്റ് വെൻ പോളറൈസേഷൻ ചേഞ്ചസ്, അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ, പോളറൈസേഷൻ മാറിക്കഴിഞ്ഞാൽ ഏത് മാറും, ഈ ജെ പി കറണ്ട് ഡെൻസിറ്റി മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സോ ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഹൗ വി ക്യാൻ ഡിഫൈൻ ജെ ബി. ജെ ബി മീൻസ് മാഗ്നറ്റൈസേഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ പോളറൈസേഷൻ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ എന്താ വരിക, മാഗ്നറ്റൈസേഷൻ എം എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ജെ പി ഡോ പി ബൈ ഡോ ടി ഇക്വേഷൻ നമ്പർ 4 എന്ന് മാർക്ക്. നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് സൈഡിലും ഇക്വേഷൻ, ഈ നേരത്തെ എഴുതിയ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഡൈവേർജൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഡെൽ ഡോട്ട് ജെ പി ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡോ പി ബൈ ഡോ ടി ആണ്. ദെൻ ഈ ഡോ ബൈ ഡോ ടിനെ പുറത്തേക്ക് എടുത്തു. സോ ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ഡോട്ട് പി എന്നായി. ദെൻ ഡെൽ ഡോട്ട് പി എന്താണെന്ന് നമ്മൾ ഈ സെക്ഷൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു. എന്താ ഡെൽ ഡോട്ട് പി എന്താണ്, റോ ബി ആണ്, റോ ബി. ദെൻ ഈ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഡെൽ ഡോട്ട് ജെ പി, ഡെൽ ഡോട്ട് ജെ പി അങ്ങനെ തന്നെ ഇങ്ങോട്ട് എഴുതി. ഡെൽ ഡോട്ട് ഡോ ബൈ ഡോ ടിക്ക് പകരം, ഡോ ബൈ ഡോ ടി അങ്ങനെ തന്നെയുണ്ട്. ഡെൽ ഡോട്ട് പിക്ക് പകരം മൈനസ് റോ ബി എന്ന് കൊടുത്തു, കണ്ടതില്ലേ. അങ്ങനെ നമുക്ക് ഇക്വേഷൻ 5 കിട്ടി. ഇക്വേഷൻ 5 എന്ന് പറയുന്നതാണ് എന്ത്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഫോർ എ പോളറൈസേഷൻ കറണ്ട്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഫോർ പോളറൈസേഷൻ കറണ്ട്. നെക്സ്റ്റ് നമ്മളിനി ചാർജ് ഡെൻസിറ്റിയും കറണ്ട് ഡെൻസിറ്റി ഒക്കെ കാണാൻ പോകും. അപ്പോൾ ടോട്ടൽ ചാർജ് ഡെൻസിറ്റി, അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിച്ചു, ഫ്രീ ചാർജ് ഡെൻസിറ്റിയും ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയും. അപ്പോൾ ടോട്ടൽ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും കൂടിയ സമ്മായിരിക്കും. സോ റോ എഫ് പ്ലസ് റോ ബി. റോ എഫ് അങ്ങനെ തന്നെ എഴുതി. റോ ബി എന്താണ്, ഇക്വേഷൻ നമ്പർ 1 നിന്ന് നമുക്ക് കിട്ടും, എന്താണ്, മൈനസ് ഡെൽ ഡോട്ട് പി ആണ്. അപ്പോൾ അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ഇനി അപ്പോൾ അതിന് ഇക്വേഷൻ നമ്പർ 6 നമ്പർ ഇടുക. ദെൻ ഫ്രം ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽ ഡോട്ട് ഇ 1/ε0 ഈ റോയ്ക്ക് പകരം, ഈ ഇക്വേഷനിൽ റോയ്ക്ക് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക, റോ എഫ്. അപ്പോൾ എന്ത് ചെയ്യും, 1/ε0 ഇവിടെ എഴുതി, ബ്രാക്കറ്റിൽ റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി. കണ്ടോ, ഈ വാല്യൂ ഇവിടേക്ക് എഴുതി, ഇവിടുത്തെ റോയിന് പകരം. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ ഈ ബൈ ε0നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. സോ ε0 ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ എഫ് മൈനസ് ഡെൽ ഡോട്ട് പി. ഇനി ഇവിടെ കിടക്കുന്ന മൈനസ് ഡെൽ ഡോട്ട് പിന്നെ ഈ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. സോ ε0 ഡെൽ ഡോട്ട് ഇ ഇവിടെ നിന്ന് അങ്ങനെ തന്നെ എഴുതി. ദെൻ മൈനസ് ഡെൽ ഡോട്ട് പി എന്നുള്ള ടൈമിന് ഇപ്പുറത്തേക്ക് ആക്കി, പ്ലസ് ഡെൽ ഡോട്ട് പി ഈക്വൽ ടു റോ എഫ്. ഓക്കെ, ദെൻ ഈ സൈഡിൽ നോക്കുക, ഇവിടെ രണ്ട് സൈഡിലും ഡെൽ ഡോട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെൽ ഡോട്ട് പുറത്തേക്ക് എടുത്തു. ദെൻ ഡെൽ ഡോട്ട് ബ്രാക്കറ്റിൽ ε0 ഇ പ്ലസ് പി ഈക്വൽ ടു റോ എഫ്. ഇതെന്താണ് സാധനം, ഈ ε0 ഇ പ്ലസ് പി എന്താണ്, ഡി ആണ്, ക്യാപിറ്റൽ ഡി. അപ്പോൾ നമുക്ക് ആ ബ്രാക്കറ്റിലുള്ള ടൈമിന് ഡി എന്ന് എഴുതി. സോ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് വേർ ഡി ഈസ് ഈക്വൽ ടു ε0 ഇ പ്ലസ് പി. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ്. എന്താണ് ഡി, ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചാർജ് ഡെൻസിറ്റിയുടെ കേസാണ് എടുത്തത്. ഇനി നമുക്കടുത്ത് ഏതെടുക്കണം, കറണ്ട് ഡെൻസിറ്റി. ഇതുപോലെ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി കാണാം. കറണ്ട് ഡെൻസിറ്റി കാണുമ്പോൾ നേരത്തെ ചാർജ് ഡെൻസിറ്റിയിൽ നമുക്ക് രണ്ട് ടൈമേ ഉള്ളൂ, അതായത് ഫ്രീ ചാർജും പോളറൈസേഷനും മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ ഇവിടെ ഇതും കൂടി വരും, ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയും കൂടി വരും. അതാണ് ജെ ഇസ് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ജെ ബി പ്ലസ് ജെ പി, വേർ ജെ എഫ് ഈസ് ദ കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു free charges, JB means bound current density, JP means polarization current density. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ജെ ബിയും എന്താണ് ജെ പി എന്നൊക്കെ, അതതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ജെ ബി എന്താണെന്ന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എഴുതി വെച്ചിട്ടുണ്ട്. ഈ സെക്ഷൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. ജെ പി എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 നിന്നും നമുക്ക് കിട്ടി. അങ്ങനെ ആ രണ്ട് ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 4 നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെന്ന് കിട്ടും, ജെ എഫ് അങ്ങനെ തന്നെ എഴുതി, പ്ലസ് ജെ ബി എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എം ആണ്, അവിടെ ഡെൽ ക്രോസ് എം എന്ന് എഴുതി, പ്ലസ് ജെ പി എന്ന് പറയുന്നത് ഡോ പി ബൈ ഡോ ടി ആണ്, അത് രണ്ടും എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം ആംബിയേഴ്സ് ലോ എന്ന് പറയുന്നത് എന്താ, ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു μ0 ജെ പ്ലസ് μ0 ε0 ഡോ ഇ ബൈ ഡോ ടി ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈ ജെക്ക് ഈ വാല്യൂ കൊടുക്കണം. ഓക്കെ, ഈ സൈഡ് ഡെൽ ക്രോസ് ബി അങ്ങനെ തന്നെ എഴുതി, ഈക്വൽ ടു μ0 ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഈ മൊത്തം ഈ ടേം മൊത്തം എഴുതി, ജെ എഫ് പ്ലസ് ഡെൽ ക്രോസ് എം പ്ലസ് ഡോ പി ബൈ ഡോ ടി പ്ലസ് ദെൻ ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതി, μ0 ε0 ഡോ ഇ ബൈ ഡോ ടി. എന്താ ഇപ്പോൾ ചെയ്ത്, ഈ ഇക്വേഷനിൽ ആംബിയേഴ്സ് ലോ എന്നുള്ള ഇക്വേഷനിൽ ഈ ജെക്ക് നമ്മൾ ഈ വാല്യൂ കൊടുത്തു. ബാക്കിയുള്ള ടേംസൊക്കെ അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ശരിക്കും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൈമിനും കൂടെ എന്തുണ്ടാവും, μ0 ഉണ്ടാവും. എന്നിട്ട് ഈ ടേമിന് ഡെൽ ക്രോസ് എന്നുള്ള ടൈമിന് ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ അത് മൈനസ് ആവില്ലേ. സോ ഈ ഡെൽ ക്രോസ് ബി അങ്ങനെ തന്നെ എഴുതി, മൈനസ് μ0 ഡെൽ ക്രോസ് എമ്മിന് ഇപ്പുറത്തേക്ക് എടുത്തു, ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാട്ടോ, μ0 ജെ എഫ് പ്ലസ് μ0 ഡോ പി ബൈ ഡോ ടി പ്ലസ് μ0 ε0 ഡോ ഇ ബൈ ഡോ ടി. ഓക്കെ, ഇനി മൊത്തം എല്ലാ ടേമിനും μ0 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്തെന്ന് കിട്ടും, ഡെൽ ക്രോസ് ബി ബൈ μ0 മൈനസ് ഇവിടുത്തെ μ0 കട്ട് ചെയ്ത് പോയി, ഡെൽ ക്രോസ് എം ഈക്വൽ ടു μ0 കട്ട് ചെയ്ത് പോയി, ജെ എഫ് പ്ലസ് μ0 പോയി, ഡോ പി ബൈ ഡോ ടി പ്ലസ് ഇവിടുത്തെ μ0 പോയി, ε0 ഡോ ഇ ബൈ ഡോ ടി. ഇനി ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കുക, ഇവിടെ ഡോ ബൈ ഡോ ടി ഇവിടെയുണ്ട്, ഡോ ബൈ ഡോ ടി ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കിന്ന് പുറത്ത് ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ടേമിലും ഡോ ബൈ ഡോ ടി ഉണ്ട്, ഈ ടേമിലും ഡോ ബൈ ഡോ ടി ഉണ്ട്. നമുക്കതിനെ പുറത്തേക്ക് ഇടാം, ഡോ ബൈ ഡോ ടി ഓഫ് ഇവിടെ പിന്നെ പി മാത്രമേ ഉള്ളൂ, പി പ്ലസ് ഇവിടെ ε0 ഇ എന്ന് വരും. ഉണ്ടോ, അപ്പോൾ പി പ്ലസ് ε0 ഇ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡി ആണ്, ക്യാപിറ്റൽ ഡി ആണ്. അപ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് ഡി എന്ന് വരും, ഇവിടെ ജെ എഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് ഇങ്ങനെ കിട്ടും, ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ലെഫ്റ്റ് സൈഡ് നോക്കുക, ഡെൽ ക്രോസ് ആണ്, അതിൽ നമ്മൾ ഡെൽ ക്രോസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് ബി ബൈ μ0 മൈനസ് എം എന്ന് കിട്ടും. ഇതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം, എച്ച് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നിന്ന് കിട്ടും, ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. കണ്ടോ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. അതാണ് നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻസ്. അതായത് നമ്മൾ ഏത് ഇക്വേഷൻ എടുത്തിട്ടാണോ ഈ ഡെറിവേഷൻ തുടങ്ങിയത് അതിന് നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ,
അപ്പോൾ നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്തൊക്കെയാണ് വരിക? ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ്, അത് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തതാണ്. ദെൻ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, അത് മാറ്റമില്ല, പഴയത് തന്നെ. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, അതും പഴയത് തന്നെ. ദെൻ ലാസ്റ്റത്തെ ഇക്വേഷൻ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തതാണ്. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. അപ്പോൾ ഈ ഇക്വേഷൻസ് ആണ് എന്ത്? മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ മാറ്റർ. അതെന്താ ചെയ്തത്? റോ എഫ് എങ്ങനെ വന്ന് റോ ഈക്വൽ ടു റോ എഫ് പ്ലസ് റോ ബി വെച്ചിട്ട് നമ്മളത് ഈ സ്റ്റെപ്പ് ചെയ്തു, ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇവിടെ എങ്ങനെ ചെയ്ത? ക്യാപിറ്റൽ ജെ ഇസ് ഈക്വൽ ടു ജെ എഫ് പ്ലസ് ജെ ബി പ്ലസ് ജെ പി, അത് വെച്ചിട്ട് ഡെൽ ക്രോസ് ബി ഇസ് ഈക്വൽ ടു μ0 ജെ, ആ ഇക്വേഷനിൽ ജെക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ റൈറ്റ് നോട്ട് എഴുതുക, പഠിക്കുക. താങ്ക് യു.